ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? നാം കഴിഞ്ഞ 2 തവണകളായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയം വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലനിൽ കൂടി ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് പറയുന്നത്. നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ചുമതലയാണ് നാം നമ്മെ തന്നെ ശോധന ചെയ്യണമെന്നുള്ളത്. വിശ്വാസം എന്നുള്ളത് വേദപുസ്തകം വായിക്കുമ്പോൾ അതിന് ഒരു നിർവചനമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. വിശ്വാസം എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. നാം അതെല്ലാം കഴിഞ്ഞ തവണ ചിന്തിച്ച വിഷയങ്ങളാണ്. വിശ്വാസം എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവവചനം കേട്ട് അവനൊരു വിശ്വാസിയായിത്തീരുന്നു. എന്നാൽ ആ വിശ്വാസത്തിൽ അവൻ നിലനിൽക്കണം. നിലനിന്നില്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്ന് അവൻ പുറകോട്ട് പോയാൽ അവൻ വീണ്ടും പഴയതുപോലെയായിത്തീരും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നാം ഒരു വാക്യം വായിക്കുന്നുണ്ട്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക. വിശ്വാസത്തിൽ നാം തുടങ്ങാൻ എളുപ്പമാണ്. വിശ്വാസത്തിൽ മാനസാന്തരപ്പെടുമ്പോൾ നാം ഒരു വിശ്വാസിയായിത്തീരുന്നു. ആ വിശ്വാസത്തിൽ നാം നിലനിൽക്കണം. അവസാനത്തോളം ആ വിശ്വാസം നാം മുറുകെ പിടിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എപ്പോഴാണ് നാം വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നത്? ജീവിതത്തിൽ പല പരീക്ഷണങ്ങൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ നാം പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു. നാം അവിശ്വാസികളായി മാറുന്നു. നാം അല്പവിശ്വാസികളായി മാറുന്നു. നാം അന്ധവിശ്വാസികളായി മാറുന്നു. ദൈവമക്കളെ, ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് അനേകം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ പല പല വിഷയങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സഹവിശ്വാസികളിൽ നിന്നും നമ്മുടേതായ പ്രവർത്തന മേഖലകളിലെല്ലാം നമുക്ക് വിശ്വാസത്തിൻ്റെ പരിശോധനകൾ വരാൻ സാധ്യതയുണ്ട്. ആ പരിശോധനകളെ നാം അതിജീവിക്കുന്നവരായി തീരണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. അതിൻ്റെ തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ ഒരു വാക്കുണ്ട്, നാനാ പരീക്ഷകളെന്ന്. ജീവിതത്തിൽ വന്ന് ആഞ്ഞടിക്കുന്ന നാനാ പരീക്ഷകൾ,
വിവിധ തരത്തിലുള്ള പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. നാം അതുപോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് അപ്പോസ്തലൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ അന്ന് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഈ ശീമോൻ പത്രോസ് ഒരിക്കൽ പറയുകയുണ്ടായി. 6-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 68-69 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന്. അനേകർ ആ അധ്യായം ആരംഭിക്കുമ്പോൾ കർത്താവ് വലിയൊരു അത്ഭുത പ്രവൃത്തി അവിടെ ചെയ്യുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000-ലേറെ പുരുഷാരത്തിന് കർത്താവ് തിന്ന് തൃപ്തരായി എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ഈ അനേകായിരങ്ങൾ യേശുവിൻ്റെ പിന്നാലെ വന്നു. ഇപ്പോൾ ഇതാ ഈ 12 ശിഷ്യന്മാർ മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരു സന്ദർഭത്തിലെത്തിയിരിക്കുന്നു. അനേകർ പിൻവാങ്ങിപ്പോയി. അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല എന്നാണ് നാം അതിന് മുമ്പുള്ള വാക്യത്തിൽ വായിക്കുന്നത്. അവിടെ അപ്പോൾ യേശു അവരോട് 12 ചോദിച്ചു, നിങ്ങൾക്കും പിന്തിരിഞ്ഞു പോകാൻ, പിന്മാറി പോകാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിച്ചപ്പോൾ ശീമോൻ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ പിന്നെ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ഒരു വ്യക്തിയാണ് ശീമോൻ പത്രോസ്. എന്നാൽ ദൈവമക്കളെ, ഏറെ ദിവസങ്ങൾക്ക് ശേഷം ശീമോൻ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഇതാ ഒരു ബലഹീന നിമിഷത്തിൽ യേശുവിനെ 3 തവണ തള്ളിപ്പറയുന്നതായിട്ട് നാം വേദഭാഗത്ത് വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഇത് മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. ഈ വിശ്വാസം നഷ്ടപ്പെടുവാൻ വളരെയേറെ സാധ്യതയുണ്ട്. വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നാം ആ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നാം ഉറച്ചു നിൽക്കണമെങ്കിൽ നാം അതുപോലെ ദൈവകൃപയിൽ ആശ്രയിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ ശിഷ്യനായിരുന്നു യൂദ. ഈ യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. എന്താണ് കാരണം? യേശു തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ താൻ ബോധിച്ചവരെ തിരഞ്ഞെടുത്തു എന്നാണ് നാം വായിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അവർക്ക് അധികാരം കൊടുത്തുകൊണ്ടാണ് യേശു അവരെ തിരഞ്ഞെടുത്തത്. ഈ യൂദയിൽ കൂടി വലിയൊരു പദ്ധതി സ്വർഗത്തിലെ ദൈവം കണ്ടു. യേശുക്രിസ്തു കണ്ടു. വലിയ ശുശ്രൂഷയും അവനെ ഏൽപ്പിച്ചു. പക്ഷേ ആ വിളിക്കനുസരിച്ച് അവൻ നിന്നില്ല. അവൻ നഷ്ടപ്പെട്ടു പോയി. ദൈവമക്കളെ, ഇതെല്ലാം വേദപുസ്തകത്തിൽ നാം കാണുന്ന കാര്യമാണ്. വിശ്വാസത്തിൽ നിലനിൽക്കുക വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കാര്യമാണ്. ആത്മീയ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസമാകുന്ന പാറയായ യേശുക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ തകർന്നു പോകും. 1 തീമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. വിശ്വാസത്തിൻ്റെ കപ്പൽ തകർന്നുപോയെന്നാണ് നാം വായിക്കുന്നത്. വിശ്വാസത്തിൻ്റെ കപ്പൽ തകർന്നുപോയി. അവർ നല്ല മനസാക്ഷിയുള്ളവരായിരുന്നു. ഒരിക്കൽ നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു, നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. അവരെക്കുറിച്ച് കൂടുതൽ ഈ പേരല്ലാതെ കൂടുതലൊന്നും വിവരങ്ങളൊന്നും നമുക്ക് വേദപുസ്തകത്തിലില്ല. എങ്കിലും അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയെന്ന് നാം വായിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് നാം ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ, ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം, നമ്മെ തന്നെ പരിശോധിക്കണം. എൻ്റെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു?
വിശ്വാസം തകർന്നിരിക്കുന്ന അവസ്ഥയാണോ? വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയോ? ഒരു സമയത്തുണ്ടായിരുന്ന ഉത്സാഹവും എരിവും നമുക്ക് നഷ്ടപ്പെട്ടു പോയോ? ഒരു സമയത്തുണ്ടായിരുന്ന കണ്ണുനീരും തകർന്ന ഹൃദയവും പാപബോധവും ഇന്ന് നമുക്ക് അന്യമായി തീർന്നോ എന്ന് നാം ശാന്തമായിട്ട് ചിന്തിക്കണം ദൈവമക്കളെ. എങ്ങനെയാണ് വിശ്വാസം ലഭിക്കുന്നത്? വിശ്വാസം ലഭിക്കാൻ വേറെ ഒന്നും ഒരു കുറുക്കു വഴിയുമില്ല. വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ വിശ്വാസം ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം ലഭിക്കണമെങ്കിൽ ദൈവവചനം കേൾക്കണം. ദൈവവചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യണം. ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് അവിടെ രൂപാന്തരം നടത്തുമ്പോഴാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമേ നമുക്ക് വിശ്വാസം ലഭിക്കുകയുള്ളൂ. അല്ലാതെയുള്ള വിശ്വാസമെല്ലാം കാപട്യം നിറഞ്ഞതാണ്. അത് ശരിയായ വിശ്വാസമല്ല. ക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ നിർമ്മലമായ സ്നേഹം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ നിർമ്മലമായ സ്നേഹം. എങ്ങനെയാണ് ആ നിർമ്മലമായ സ്നേഹം വരുന്നത്? ആ ക്രിസ്തു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? അവൻ കുരിശിൽ കൂടി എനിക്ക് വേണ്ടി നിറവേറ്റി തന്നത് എന്താണ്? നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് എനിക്ക് കടന്നു വരുവാനുള്ള അവസരം തന്നു എൻ്റെ യേശു. ആ ക്രൂശ് മരണത്തിലൂടെ എനിക്ക് ന്യായവിധി ഒഴിവാക്കി തന്നു, നിത്യരക്ഷ തന്നു, നിത്യജീവൻ്റെ ഉറപ്പ് തന്നു. ആ വിശ്വാസം വരുമ്പോൾ ദൈവമക്കളെ, ആ സ്നേഹം, ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ യേശു, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരമായി എൻ്റെ യേശു മരിച്ചു, എന്നെ രക്ഷിച്ചു എന്നുള്ള ആ സ്നേഹം ഹൃദയത്തിൽ വരുമ്പോൾ പിന്നെ വിശ്വാസം വരികയാണ്. ദൈവമക്കളെ, അങ്ങനെയാണ്. ഈ 2 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് വിശ്വാസം ലഭിക്കുകയുള്ളൂ. ഒന്ന്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് വിശ്വാസം ലഭിക്കും. രണ്ടാമത്, ക്രിസ്തുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ വരുമ്പോൾ, ആ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ആ സ്നേഹത്തിലൂടെ നമുക്ക് വിശ്വാസം ലഭിക്കുകയാണ്. ദൈവമക്കളെ, ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിച്ച വിഷയം ഈ വിശ്വാസത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഏതെല്ലാമാണെന്നാണ്. വിശ്വാസത്തിൽ നാം നിലനിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ഒന്നാമത് വിശ്വാസത്താൽ നീതീകരണം. അത് നാം വായിച്ചത് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ലഭിക്കുന്നു. ഒന്നാമത് വിശ്വാസത്താലുള്ള നീതീകരണം. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കല വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായിട്ടാണ് നീതീകരണം ലഭിക്കുന്നത്. അതിന് പൈസ കൊടുക്കണ്ട. അതിന് ഒരു കർമ്മമാർഗങ്ങളിലൂടെയും നമുക്ക് നേടാവുന്നതല്ല നീതീകരണം എന്ന് പറയുന്നത്. നീതികെട്ടവനായ എന്നെ നീതിമാനാകുന്നത് നമ്മുടേതായ കർമ്മമാർഗങ്ങളിലൂടെ ഒന്നുമല്ല, അത് വിശ്വാസത്താൽ ലഭിക്കുന്നതാണ്. ആ നീതീകരണം ഓരോരുത്തർക്കും ലഭിക്കണം. ദൈവമക്കളെ, നീതീകരണം, ഒന്നാമത് വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ലഭിക്കുന്നു. അത് സൗജന്യമായിട്ടാണ് നാം ലഭിക്കുന്നത്. അതിന് കർമ്മമാർഗങ്ങളില്ല. അതിന് വേറെ ഒരു നേർച്ച കാഴ്ചകളൊന്നും നാം ചെയ്യേണ്ടതില്ല. ഒരു പുണ്യസ്ഥലത്ത് നാം പോകണ്ട. ഈ ഭൂമിയിൽ അത്ഭുതം നടക്കുന്ന ഒരു സ്ഥലത്ത് നാം പോകണ്ട. നാം ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുക. ക്രിസ്തുവിനെ നാം അംഗീകരിക്കുമ്പോൾ ഈ നീതീകരണം സൗജന്യമായി നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത് നാം ചിന്തിച്ചത് യേശുക്രിസ്തുവിനാൽ, കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവമക്കളാകുന്നു.
നാം എല്ലാവരും ദൈവമക്കളാകുന്നു. രണ്ടാമത്തെ കാര്യം, വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം, അടുത്ത അനുഗ്രഹം, നാം ഓരോരുത്തരും ദൈവമക്കളായിത്തീരുന്നു. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവമക്കളെ, കർത്താവിനെ, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരമാണ് യേശു തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ദൈവമക്കളാകുവാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ദൈവമക്കളായിത്തീരാം. ഇന്ന് മൂന്നാമത്തെ കാര്യം നാം ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇതാ നിത്യജീവൻ. അടുത്ത കാര്യം നിത്യജീവൻ. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും. നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്. ദൈവമക്കളെ, അത് ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നിത്യജീവൻ, നിത്യതയിൽ ക്രിസ്തുവിനോടുകൂടി വസിക്കുന്ന, നിത്യത മുഴുവൻ ക്രിസ്തുവിനോടുകൂടി വസിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഈ ജീവിതം അവസാനിച്ചാൽ ഇഹലോക ജീവിതം മരണം വഴിയായി നാം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ നിത്യജീവൻ്റെ ഒരു അനുഭവം നമുക്കുണ്ട്. നിത്യമായ ഒരു ജീവിതമുണ്ട്. ആ നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ അത് നിക്കോദീമോസിനോടുള്ള സംഭാഷണത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിന് മറ്റുള്ള സുവിശേഷത്തെ അപേക്ഷിച്ച് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇവിടെ നാം ഈ 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് പോരാതെ വന്നപ്പോൾ പച്ചവെള്ളം വീഞ്ഞാക്കിയെന്ന് നാം കാണുന്നു. ആ അത്ഭുതം കഴിഞ്ഞപ്പോൾ ഒരത്ഭുതം കഴിഞ്ഞു. അടുത്തത് കർത്താവിൻ്റെ സംഭാഷണമാണ്, കർത്താവിൻ്റെ വചനമാണ്. അങ്ങനെയാണ് ഓരോ അധ്യായങ്ങളും നാം കാണുന്നത്. ഒരത്ഭുത പ്രവൃത്തി കഴിഞ്ഞാൽ അടുത്തത് കർത്താവിൻ്റെ പ്രഭാഷണമാണ്. അങ്ങനെ 11-ാം അധ്യായം വരെ നാം അത് കാണുന്നുണ്ട്. ഇങ്ങനെ അത്ഭുത പ്രവൃത്തി ഒരധ്യായം കഴിയുമ്പോൾ അടുത്തത് പ്രഭാഷണമാണ് യേശുവിൻ്റെ. ഇതാ പരീശന്മാരിൽ പ്രമാണിയായ നീക്കോദീമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനെ കണ്ടതോടുകൂടി ഇതാ റബി എന്ന് വിളിച്ചുകൊണ്ട് യേശുവിനെ റബിയായിട്ട് അവൻ അംഗീകരിച്ചു. യേശു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് അവൻ വിശ്വസിച്ചു. യേശു ഒരു ഉപദേഷ്ടാവാണെന്ന് അവൻ വിശ്വസിച്ചു. അവിടെ നാം കാണുന്നുണ്ട്, അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 5 കാര്യങ്ങൾ നിക്കോദീമോസ് യേശുവിനെക്കുറിച്ച് പറയുകയാണ്. 1, യേശുവിനെ റബിയായിട്ട് അംഗീകരിച്ചു. 2, യേശു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് വിശ്വസിച്ചു. 3-ാമത്തത് യേശു ഒരു ഉപദേഷ്ടാവാണെന്ന് അവൻ അംഗീകരിച്ചു. 4-മത് ദൈവം യേശുവിൻ്റെ കൂടെ ഉണ്ട് എന്ന് അവൻ അംഗീകരിച്ചു. 5-മത്തെ കാര്യം, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ മറ്റാരും ചെയ്യാത്ത രീതിയിലുള്ള അടയാളങ്ങളാണ് യേശു ചെയ്യുന്നതെന്നും അവൻ മനസ്സിലാക്കി. ദൈവമക്കളെ, ഈ 5 കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട്, യേശുവിനെ ശരിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു പരീശനായിരുന്നു, പരീശന്മാരിൽ പ്രമാണിയായിരുന്നു നീക്കോദീമോസ്. അന്നത്തെ സമൂഹം, അന്നത്തെ പരീശന്മാർ യേശുവിനെ എങ്ങനെയെങ്കിലും ഒടുക്കിക്കളയാനാണ് നോക്കുന്നത്. യേശുവിനെ ബേൽസബൂബ് എന്നാണ് വിളിക്കുന്നത്, ഭൂതങ്ങളുടെ തലവനെന്നാണ് വിളിക്കുന്നത്. നിൻ്റെ ഉള്ളിൽ ഭൂതമുണ്ട് എന്നാണ് പറയുന്നത്. നീ ഒരു ശമര്യനല്ലേ എന്നാണ് പറയുന്നത്. നീ തച്ചൻ്റെ മകനല്ലേ എന്നാണ് പറയുന്നത്. ദൈവമക്കളെ, ഇതെല്ലാം ഈ അന്നത്തെ സമൂഹം യേശുവിനെ വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ, അവനെ എങ്ങനെയെങ്കിലും ഒടുക്കിക്കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരു പരീശന്മാരിൽ പ്രമാണിയായ ഒരു വ്യക്തി വന്ന് പറയുകയാണ്, യേശുവിനെ അനുമോദിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ യേശു അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കണ്ട് പറഞ്ഞു. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. അതിൻ്റെ 3-ാം വാക്യം, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല, പുതുതായി ജനിക്കണം. ഒന്നും മനസ്സിലായില്ല. നീക്കോദീമോസിന് ഒന്നും മനസ്സിലായില്ല. പണ്ഡിതനാണ്, പ്രമാണിയാണ്,
പരീശനാണ്, എല്ലാം ഉണ്ട്, പുറമെ എല്ലാം ഉണ്ട്. സമൂഹത്തിൽ നല്ല സ്ഥാനമുണ്ട്, മാന്യതയുണ്ട്, അംഗീകാരമുള്ള വ്യക്തിയാണ്. പക്ഷേ പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല. അവൻ ചോദിക്കുകയാണ്, അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കണമെന്നാണോ യേശു പറയുന്നത്? ഒന്നും മനസ്സിലാകാതെ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രമാണിയെയാണ് നാം കാണുന്നത്. ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ വചനം ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരു തുറന്ന ഹൃദയം വേണം. എത്ര നേരം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്നാലും, ദൈവവചനം കേട്ടാലും അത് ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം കടന്നു വന്ന് ഈ ഹൃദയം തുറന്നു തരണം. തുറന്ന ഹൃദയത്തിലേക്ക് ഈ ദൈവവചനം കടന്നു വരികയുള്ളൂ. ദൈവവചനം ഫലം ചെയ്യണമെങ്കിൽ, അത് ഫലവത്തായി തീരണമെങ്കിൽ, അത് 30, 60, 100 മേനിയായിട്ട് ഫലം ചെയ്യണമെങ്കിൽ ഒരു ഒരുക്കപ്പെട്ട ഹൃദയം ആവശ്യമാണ്. ഒരു തുറന്ന ഹൃദയം ആവശ്യമാണ്. ബുദ്ധി കൊണ്ട് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ദൈവവചനം നമുക്ക് പഠിക്കാൻ കഴിയില്ല. ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയില്ല. ദൈവവചനത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കേട്ട് ഒന്നും മനസ്സിലാകാതെ വന്നിരുന്നതുപോലെ നാം എഴുന്നേറ്റ് പോകും. ദൈവമക്കളെ, ഇവിടെ ഈ നീക്കോദീമോസിന് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു എന്ന്. ദൈവമക്കളെ, ഇതാണ് അവസ്ഥ. ദൈവമക്കളെ, ഹൃദയം കുരുടായി പോകുന്നു, ഹൃദയ കണ്ണുകൾ അന്ധമായി പോകുന്നു. ഇതാ കാണാൻ സാധിക്കുന്നില്ല, ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നു കിട്ടുന്നില്ല, ഹൃദയം തുറക്കുന്നില്ല. ദൈവമക്കളെ, ഒന്നും മനസ്സിലാക്കാതെ നീക്കോദിമോസ് നിൽക്കുകയാണ്. വീണെല്ലാം പറഞ്ഞപ്പോഴും ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. ഇതാ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ, താൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചോദിച്ചു കഴിഞ്ഞാൽ നീക്കോദിമോസിന് പലതും പറയാൻ സാധിക്കും. പക്ഷേ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചോ, ആത്മാവിൻ്റെ വീണ്ടും ജനനത്തെക്കുറിച്ചോ, പുതുതായി ജനിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ആത്മാവിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു. ഇതാ കാറ്റിനെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു ഒരു ഉദാഹരണം അവിടെ പറയുകയാണ്. യേശു പറയുകയാണ്. അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. 3-ാമത്തെ 8-ാം വാക്യം. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം കൂടി. നിക്കോദെമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഇതെല്ലാം പറഞ്ഞിട്ടും നീക്കോദിമോസിനൊന്നും മനസ്സിലാകുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. ദൈവമക്കളെ, കാറ്റിനെക്കുറിച്ച് യേശു പറഞ്ഞു. കാറ്റ് എവിടെ നിന്ന് ആരംഭിക്കുന്നതെന്നോ, എങ്ങോട്ടാ പോകുന്നതെന്നോ, എവിടെയോ അവസാനിക്കുന്നതെന്നോ നമുക്കൊന്നും അറിയാൻ പാടില്ല. ഈ പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ് കാറ്റ്, നമുക്കറിയാം. ഈ കാറ്റ് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, എവിടെയാണ് അവസാനിക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. അദൃശ്യമായ ഒരു പ്രതിഭാസമാണ് കാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ കാറ്റ്, ഈ അദൃശ്യമായ ഈ പ്രതിഭാസത്തിന്, ഈ കാറ്റിന് ദൃശ്യമായ ഫലങ്ങൾ ഉളവാക്കാൻ സാധിക്കും. അതുപോലെയാണ് അദൃശ്യമായിട്ടാണ് ആത്മാവ് വ്യാപരിക്കുന്നത്. ആത്മാവ് എപ്പോഴാണ് വ്യാപരിക്കുന്നത്, എങ്ങനെയാണ് വ്യാപരിക്കുന്നത് ഒന്നും നമുക്കറിയാൻ പാടില്ല. എന്നാൽ അതിന് ദൃശ്യമായ ചില ഫലങ്ങൾ ഉളവാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞ് ദൈവമക്കളെ അവിടെ നാം വായിക്കുന്നു. അതുപോലെ തന്നെ എഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 37-ാം അധ്യായത്തിൽ ആ താഴ്വരയിൽ കാറ്റ് വീശിയപ്പോൾ അസ്ഥികളുടെ ഇടയിലേക്ക് കാറ്റ് വീശി എന്ന് നാം അതിൻ്റെ 9-10 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു,
അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. കാറ്റ് വന്നപ്പോൾ, കാറ്റ് അവരുടെ മേൽ ആഞ്ഞടിച്ചപ്പോൾ, ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ, 1 ശ്വാസം വന്നു, 2 അവർക്ക് ജീവൻ വന്നു, 3 അവർ സൈന്യമായി നിവർന്നു നിന്നു. ദൈവമക്കളെ, വെറുതും അസ്ഥി കഷ്ണങ്ങളായിട്ട് താഴ്വരയിൽ കിടന്നവർ ഇതാ നിവർന്നു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആഞ്ഞടിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ, ദൈവമക്കളെ, കാറ്റ് വീശുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് വീശുമ്പോൾ, ഒരു വ്യക്തിയിൽ വീശുമ്പോൾ അവിടെ ജീവൻ വരികയാണ്, അവിടെ ശക്തി പ്രാപിക്കുകയാണ്. സൈന്യമായി നിവർന്നു നിന്നു എന്ന് പറഞ്ഞാൽ അവർ ശക്തിയുള്ളവരായി തീർന്നു. ദൈവമക്കളെ, ഇതെല്ലാം പറഞ്ഞിട്ടും, നീക്കോദിമോസിനോട് ഇതെല്ലാം പറഞ്ഞിട്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഇതാ ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ യേശു അവനോട് പറയുകയാണ്. പഴയ നിയമത്തിലെ ഒരു സംഭവം പറയുകയാണ്. സംഖ്യാപുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ അത് നാം വായിക്കുന്നുണ്ട്. അവിടെ മോശ മരുഭൂമിയിൽ ഒരു താമ്ര സർപ്പത്തെ, ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇതാ ദൈവജനം ആ യാത്രാ മധ്യത്തിൽ അവർ ക്ഷീണിച്ച് തളർന്നുപോയി. അവർ പാലും തേനും ഒരുങ്ങുന്ന കനാൻ ദേശത്തേക്കുള്ള യാത്രാ മധ്യത്തിൽ, സ്വർഗീയ യാത്രാ മധ്യത്തിൽ അവർ തളർന്ന് ക്ഷീണിച്ചു പോയി. അവർ പിറുപിറുക്കാൻ തുടങ്ങി. നാം 21-ാം അധ്യായത്തിൽ അവർ ഏദോം ദേശത്ത് നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ മനസ്സ് ക്ഷീണിക്കുന്നതായിട്ടും അവർ പിറുപിറുക്കുന്നതായിട്ടും നാം അവിടെ കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4-5 വാക്യങ്ങൾ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നുവെന്ന് പറഞ്ഞു. അവർ പിറുപിറുക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ ചുരുക്കി പറയട്ടെ, പിറുപിറുത്ത ജനത്തിൻ്റെ മധ്യത്തിലേക്ക് അഗ്നിസർപ്പങ്ങൾ കടന്നു വന്നു. അഗ്നിസർപ്പങ്ങൾ കടിക്കാൻ തുടങ്ങി. അഗ്നിസർപ്പത്തിൻ്റെ വിഷം കയറിയതോടുകൂടി ജനമെല്ലാം മരിച്ചു വീഴാൻ തുടങ്ങുകയാണ്. അവരബോധാവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ഈ ജനം മരിക്കുന്നത് കണ്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം സ്നേഹവാനായ ദൈവം അവിടെ മോശയോട് കൽപ്പിച്ചു, ഇതാ പിച്ചള സർപ്പത്തെ ഒരു കൊടിമരത്തിൽ ഉയർത്തി പാളയത്തിൻ്റെ നടുവിൽ നിർത്തി. ആരെങ്കിലും ഈ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ അവൻ രക്ഷ പ്രാപിക്കും. ദൈവമക്കളെ, പാളയത്തിൻ്റെ നടുവിൽ ഉയർത്തിയ പിച്ചള സർപ്പം, ദൈവമക്കളെ, ഇതാ നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശുക്രിസ്തു കാൽവറിയിൽ ഇതാ ഭൂമിയുടെ മധ്യത്തിൽ ഉയർത്തപ്പെട്ടു. അവനിലേക്ക് നോക്കുന്നവൻ ആരായാലും, ഏതൊരു വ്യക്തിയാണെങ്കിലും, എത്ര ഹീനമായ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, എത്ര ലജ്ജാകരമായ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും അവൻ ജീവൻ ലഭിക്കും, അവന് നിത്യജീവൻ ലഭിക്കുമെന്നാണ് യേശു ഇവിടെ നീക്കോദീമോസിനോട് പറയുന്നത്. ദൈവമക്കളെ, നോക്കാൻ ഒരു വ്യക്തിയുണ്ട്. നമുക്ക് നോക്കാനേ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഒരു കൂട്ടായ്മയിലേക്ക് നോക്കിയാലോ, ഒരു വ്യക്തികളിലേക്ക് നോക്കിയാലോ, ഒരു ദൈവമക്കളിലേക്ക് നോക്കിയാലോ ഒന്നും നമുക്ക് നിത്യജീവൻ ലഭിക്കില്ല. നിത്യജീവൻ ലഭിക്കണമെങ്കിൽ മോശ മരുഭൂമിയിൽ ആ പാളയത്തിൻ്റെ നടുവിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഈ പാളയത്തിൻ്റെ നടുവിൽ ആ ക്രിസ്തു ഇന്നും ഉയർന്നു നിൽക്കുകയാണ്. ക്രിസ്തു ഇന്ന് ഭൂമിയുടെ മധ്യത്തിൽ ഇന്നും ഉയർന്നു നിൽക്കുകയാണ്. ആ ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട്, എൻ്റെ യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എൻ്റെ ജീവിതത്തിൽ ലജ്ജാകരമായ പാപം വന്നുപോയി കർത്താവേ, എനിക്ക് നിത്യജീവൻ തരണമേ കർത്താവേ, നിത്യജീവൻ ഒരേ ഒരു പോം വഴി അത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് കർത്താവേ, കുരിശിൽ കിടക്കുന്ന ആ ക്രിസ്തുവിലേക്ക് ഞാൻ നോക്കിയാണ് കർത്താവേ. ഇതാ എന്നെ രക്ഷിക്കണമേ, എനിക്ക് നിത്യജീവൻ തരണമേ. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിലേക്ക്
കൊണ്ടുവരാൻ ദൈവമക്കളെ. ആ ക്രിസ്തു നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ദൈവമക്കളെ. ആ ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യജീവൻ്റെ ഉടയവനെ, നിത്യജീവൻ ദാനമായി തരുന്നവനെ, നിത്യജീവന് വേറൊരു വഴിയുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ വരുന്നു. കർത്താവേ, എനിക്ക് നിത്യജീവൻ തരണമേ, നിത്യമരണം എനിക്ക് ഒഴിവാക്കി തരണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.